കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്ര പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തുവിൽ എത്തി നിൽക്കുന്നു. മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തു വിജ്ഞാനീയത്തിൽ പ്രധാനമായും 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, യേശു ക്രിസ്തു ആരാണ്? 2, യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്താണ്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് യേശു ആരാണ് എന്നതാണ്. നമ്മൾ കണ്ടു, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. 2ാം ഭാഗത്തിൽ നാം ചർച്ച ചെയ്യുക യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം അഥവാ മിഷൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട അച്ഛ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജനനത്തിൻ്റെ അറിയിപ്പ് ആട്ടിടയന്മാർക്ക് കർത്താവിൻ്റെ ദൂതൻ നൽകുക ഇപ്രകാരമാണ്: ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. അച്ഛ, യേശു എന്ന രക്ഷകനെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. ബ്രദർ വളരെ നന്നായിട്ട് ഏറ്റവും ആദ്യമേ അത് സമറൈസ് ചെയ്തിരിക്കുന്നു. ക്രിസ്തു വിജ്ഞാനീയത്തിലെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ഹൂ ഈസ് ജീസസ്? 2, വാട്ട് ഹി ഡസ്. ഹൂ ഈസ് ജീസസ്? യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. 2, വാട്ട് ഹി ഡസ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ്, മിഷൻ എന്താണ്? ഏറ്റവും ആദ്യം അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തു രക്ഷകനാണ്. ഹി ഈസ് എ സേവിയർ. അവൻ മനുഷ്യകുലത്തിൻ്റെ രക്ഷകനാണ് എന്നാണ്. മത്തായി 1:21 മാലാഖ സ്വപ്നത്തിൽ ഔസേപ്പിനോട് പറയുന്നത്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ യേശു എന്ന പേര് തന്നെ അതെന്താണ്? യാഹ്ശുവ, അതായത് യാഹ്വേ ഇസ് സേവിയർ അല്ലെങ്കിൽ ദൈവം രക്ഷകനാണ് എന്ന് തന്നെയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന് നാമം തന്നെ യേശു ക്രിസ്തു ഏത് ദൗത്യം നിറവേറ്റുവാനാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അവൻ രക്ഷകനാണ്. ഇനി രക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 3 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. വാട്ട് ആർ വി സേവ്ഡ് ഫ്രോം? എന്തിൽ നിന്നാണ് നാം രക്ഷ പ്രാപിക്കുന്നത്? 2, എങ്ങനെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്? 3, എന്തിനു വേണ്ടിയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്? വാട്ട് ആർ വി സേവ്ഡ് ഫോർ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പാപവും മരണം മൂലം നമ്മളെ അടിമത്തത്തിലാക്കിയ സാത്താനിൽ നിന്ന് മോചനം. ഇതാണ് വി ആർ സേവ്ഡ് ഫ്രോം സിൻ, ഡെത്ത് ആൻഡ് സേറ്റൻ. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യം, നാം എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്? നമുക്കായി ഒരു രക്ഷകനെ ദൈവം അയച്ചിരിക്കുന്നു. പുത്രനായ ദൈവം തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്നിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ആദ്യത്തെ റെസ്പോൺസിൽ തന്നെ ജനം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: സ്വഭാവപ്രകാരം മരണമില്ലാത്തവൻ തൻ്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു എന്നാണ്. എങ്ങനെയാണ് രക്ഷകൻ നമ്മെ രക്ഷിച്ചത്? ഒന്നാമതായി ദൈവപുത്രൻ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ തന്നെ നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിലൂടെ നമുക്ക് രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു. ഇനി 3ാമത്തെ ചോദ്യം, നാം എന്തിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെടുന്നത്? അതായത് രക്ഷിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എന്താണ്? വാട്ട് ആർ വി സേവ്ഡ് ഫോർ? നാം ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ്
രക്ഷ പ്രാപിക്കുന്നത്. അതാണ് രക്ഷ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മക്കളായി തീരുക. അപ്പോൾ ഇവിടെ നമ്മുടെ 3 അടിസ്ഥാന ചോദ്യങ്ങൾ നാം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്ന് വിശദമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അവൻ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. ആദി മനുഷ്യരായ ആദാമും ഹവ്വയും പാപം ചെയ്തു. ഈ പാപത്തിൻ്റെ ഫലമായാണ് മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നാം ഏവരും അത് അനുഭവിക്കുകയും ചെയ്തു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിലും 24-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പിശാചിൻ്റെ അസൂയ നിമിത്തമാണ് മരണം കടന്നു വന്നത്. മനുഷ്യൻ്റെ പാപം മൂലമാണ് മരണം ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്. പാപത്തിലൂടെയും മരണത്തിലൂടെയും പിശാചിന് മനുഷ്യവംശത്തിന് മേൽ ഒരു ആധിപത്യം വന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 41-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, പിശാചാണ് നിങ്ങളുടെ പിതാവ്. 1 യോഹന്നാൻ 3:8 നാം കാണുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. അപ്പോൾ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം അനുസരണക്കേട് കാട്ടി, സ്വയം എളിമപ്പെടുന്നതിന് പകരം അവൻ അഹന്ത കാണിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം അവൻ സാത്താൻ്റെ വാക്ക് വിശ്വസിച്ച് ദൈവത്തെ ധിക്കരിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൂടെയാണ് ദൈവത്തിൻ്റെ മക്കളായി സ്വർഗത്തിൽ വാഴേണ്ട ഈ മനുഷ്യൻ പിശാചിൻ്റെ അടിമത്തത്തിന് കീഴിലായി. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനശ്വരതയ്ക്ക് വേണ്ടി ദൈവപുത്രനായി ജീവിക്കേണ്ടതിന്, സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിന്, ദൈവിക ജീവനിൽ പങ്കുചേർന്ന് സ്വർഗീയ ആനന്ദത്തിലായിരിക്കേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം മൂലം പിശാചിൻ്റെ ആധിപത്യത്തിൽ ആയിരിക്കുന്നത് ദൈവത്തിന് ഒട്ടും സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് തൻ്റെ കരുണയാൽ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് അയക്കുന്നത്. അച്ഛാ, യേശു നമ്മുടെ രക്ഷകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. യേശു നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു. പരിശുദ്ധാത്മാവിനെ നൽകി നമ്മെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തി. കുരിശിലെ ബലിയിലൂടെയാണ് യേശുവിൻ്റെ ഈ രക്ഷാകര സംഭവത്തെ നമ്മൾ കാണുക. അപ്പോൾ യേശുവിൻ്റെ ഈ ബലിയെ സൂചിപ്പിക്കാനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ മോചനദ്രവ്യം, പാപപരിഹാര ബലി, അനുരഞ്ജനം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ പദപ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അവയെ ഒന്ന് വിശദമാക്കാം. ഇത് വളരെ നല്ല ഒരു ചോദ്യമാണ്. മർക്കോസ് 10:45 നമുക്ക് കാണാം, റാൻസം ഫോർ മെനി, അനേകർക്ക് മോചനദ്രവ്യമായിട്ടാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത് എന്ന്. റാൻസം അല്ലെങ്കിൽ മോചനദ്രവ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ റാൻസമായിട്ട്, മോചനദ്രവ്യമായിട്ട് ഇത്ര തുക നൽകുകയാണെങ്കിൽ ഇയാളെ മോചിപ്പിക്കാം, അല്ലെങ്കിൽ ഇത്ര ടെററിസ്റ്റിനെ മോചിപ്പിക്കുകയാണെങ്കിൽ ഇയാൾ ഞങ്ങൾ വിട്ടുതരും എന്ന തരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പഴയ കാലത്തും ഇതുപോലെ അടിമത്തത്തിലായിരിക്കുന്നവർക്ക് മോചനം ലഭിക്കാൻ നൽകപ്പെടുന്ന തുകയാണ് മോചനദ്രവ്യം. മനുഷ്യവംശം സാത്താൻ്റെ അടിമത്തത്തിലാണ്. മോചനദ്രവ്യമായിട്ടാണ് യേശുക്രിസ്തു തൻ്റെ പ്രാണനെ അർപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ഈ മോചനദ്രവ്യം അർപ്പിച്ചത് ആർക്കാണ്? അപ്പോൾ സാത്താനാണോ ഈ മോചനദ്രവ്യം കൊടുക്കേണ്ടത്? പക്ഷെ അവിടെ ഒരു ചോദ്യം, സാത്താൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്, ഫോളൻ ഏഞ്ചൽ. സാത്താന് ദൈവത്തോട് ഒരു തരത്തിലും തുല്യത അവകാശപ്പെടാൻ സാധ്യമല്ല. സൃഷ്ടാവും സൃഷ്ടി തമ്മിൽ വലിയ ഒരു ഗൾഫാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സാത്താന് മോചനദ്രവ്യം നൽകി തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ മോചിപ്പിക്കേണ്ടി ആവശ്യമില്ല. അപ്പോൾ ഈ മോചനദ്രവ്യം നൽകേണ്ടത് ആർക്കാണ്? പിതാവായ ദൈവത്തിനാണോ? അതും ശരിയായ ഒരു പ്രയോഗമല്ല. അപ്പോൾ മോചനദ്രവ്യം എന്ന പദപ്രയോഗം അവിടെ നടത്തിയെങ്കിലും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്
ഇത്ര മാത്രമേ ഉള്ളൂ. മനുഷ്യവംശം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താൻ്റെ അടിമത്തത്തിലാണ്. തൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ മോചിപ്പിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് റാൻസം ഫോർ മെനി. മർക്കോസ് 10:45 നാം കാണുന്നത് പോലെ. ബ്രദറെ, ബൈബിളിൽ 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ വായിക്കാമോ? പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അപ്പോൾ തൻ്റെ അമൂല്യമായ രക്തത്താൽ യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്ന സത്യം മനസ്സിലാക്കാൻ മാത്രമാണ് നാം ഇവിടെ ശ്രമിക്കേണ്ടത്. അച്ഛാ, അപ്പോൾ ഈ രക്തച്ചൊരിച്ചിൽ എന്തിനാണ് ഈ പാപപരിഹാരത്തിന് അനിവാര്യമായിട്ട് വരുന്നത്? ബ്രദറെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ പദപ്രയോഗം എക്സ്പിയേഷൻ അല്ലെങ്കിൽ പാപപരിഹാരം എന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം നാം മനസ്സിലാക്കി പറ്റുകയുള്ളൂ. പഴയ നിയമത്തിലെ അവരുടെ വിശ്വാസം എന്തായിരുന്നു? പഴയ നിയമത്തിൽ അവരുടെ പാരമ്പര്യം എന്തായിരുന്നു? എങ്ങനെയാണ് അവർ ബലിയർപ്പണം നടത്തിക്കൊണ്ടിരുന്നത്? അത് മനസ്സിലാകുന്നവർക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ യേശു ഈ സമാനമായ പദപ്രയോഗം നടത്തി താൻ നൽകുന്ന രക്ഷയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. പഴയ നിയമത്തിൽ നാം 3 തരത്തിലുള്ള ബലിയർപ്പണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് സാക്രിഫൈസ് ഓഫ് ദ പാസ്കൽ ലാം. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ഈജിപ്തിലെ 10ാമത്തെ മഹാമാരിയിൽ ഈജിപ്തിലുള്ളവരുടെ ആദ്യജാതർ കൊല്ലപ്പെടുമെന്നാണ്. സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഇസ്രായേല്യരുടെ ആദ്യജാതർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേല്യർ വസിക്കുന്ന ഭവനങ്ങളുടെ വാതിൽപ്പടിയിൽ തളിക്കണം. അപ്പോൾ സംഹാരദൂതൻ അതിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ ആദ്യജാതരെ മാത്രമേ സംഹരിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ബലി എന്ന് നമ്മളവിടെ കാണുന്നത്, സാക്രിഫൈസ് ഓഫ് ദ പാസ്കൽ ലാം. രണ്ടാമത്തേത് ദ സാക്രിഫൈസ് ഓഫ് ദ കവനന്റ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത് രക്തം കൊണ്ടാണ്. മോശ ചെയ്യുന്നത് ബലിമൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തം പാത്രത്തിലാക്കി പകുതി രക്തം ബലിപീഠത്തിൽ മേൽ തളിക്കുകയും പകുതി ജനത്തിന്മേൽ തളിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ വീണ്ടും ഐക്യം സംഭവിച്ചിരിക്കുന്നു. യൂണിഫിക്കേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഗാഡ് അത് സംഭവിച്ചിരിക്കുന്നു എന്നതിനെ അവിടെ സൂചിപ്പിക്കുന്നു. ഉടമ്പടിയുടെ രക്തത്താൽ, ഇതാണ് പഴയ നിയമത്തിലെ ഉടമ്പടി, രക്തത്താൽ ഉറപ്പിക്കപ്പെടുന്നു. ഒരേ രക്തമാണല്ലോ ദൈവത്തെ സൂചിപ്പിക്കുന്ന ബലിപീഠത്തിലുമുള്ളത്. അതേ രക്തം തന്നെയാണല്ലോ ജനത്തിന്മേൽ തളിക്കപ്പെട്ടത്. അതായത് അതിലൂടെ രക്തത്താൽ നാം ഒന്നായിരിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി ദ സാക്രിഫൈസ് ഓഫ് എക്സ്പിയേഷൻ ഓർ അറ്റോൺമെൻറ്റ്, പാപപരിഹാരത്തിന് വേണ്ടിയുള്ള രക്തം തളിക്കൽ. അത് നമ്മൾ കാണുന്നത് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിലുമാണ്. അവിടെ എന്താ ചെയ്യുക? യോം കിപ്പുർ, അതായത് പാപപരിഹാര ദിനത്തിൽ മഹാപുരോഹിതൻ മാത്രം അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് കൃപാസനത്തിന് മുകളിൽ മഹാപുരോഹിതൻ രക്തം തളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇസ്രായേൽ ജനതയുടെ പാപം നിമിത്തം ദൈവത്തിൻ്റെ പരിശുദ്ധ സ്ഥലം, അൾത്താര, അതെല്ലാം മലിനമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശുദ്ധീകരണത്തിന് വേണ്ടി രക്തം അവിടെ തളിക്കുന്നത്. ഇതാണ് ദ സാക്രിഫൈസ് ഓഫ് എക്സ്പിയേഷൻ ഓർ അറ്റോൺമെൻറ്റ്. ഈ ശുശ്രൂഷയിലൂടെ ദൈവജനം ദൈവമായി വീണ്ടും യോജിപ്പിലാകുന്നു, രമ്യതയിലാകുന്നു എന്നാണ് സൂചിപ്പിക്കുക. നമ്മൾ ഇതുവരെ പഴയ നിയമത്തിലെ 3 തരത്തിലുള്ള ബലിയർപ്പണം കണ്ടു. ആദ്യത്തെ പുറപ്പാട് 12 അവിടെ ദൈവത്തിനായി മാറ്റി വയ്ക്കപ്പെട്ട ജനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കട്ടിളപ്പടികളിൽ രക്തം തളിച്ചത്, കോൺസെക്രേറ്റഡ് ടു ഗോഡ് എന്ന് സൂചിപ്പിക്കാൻ.
രണ്ടാമതായി ഉടമ്പടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് രക്തം തളിക്കപ്പെട്ടത്. മൂന്നാമതായി പാപമൂലം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് വീണ്ടും അനുരഞ്ജനം പ്രാപിക്കുന്നതിനും രമ്യതയിലാകുന്നതിനു വേണ്ടിയാണ് രക്തം തളിക്കപ്പെടുന്നത്. രക്തവും പാപപരിഹാരം തമ്മിൽ ബന്ധം മനസ്സിലാക്കാൻ ലേവ്യരുടെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബ്രദറെ, അതൊന്ന് വായിക്കാമോ? എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യേശുക്രിസ്തുവിൻ്റെ ബലിയർപ്പണവും പുതിയ നിയമത്തിൽ കാണുന്ന ഈ പദപ്രയോഗങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ബലി ഒരു പാപപരിഹാര ബലിയായിരുന്നു. യേശുക്രിസ്തു കുരിശിൽ തൻ്റെ രക്തം ചിന്തിയാണ് നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷിച്ചത്. നമ്മെ വിലയ്ക്ക് വാങ്ങിയത് തൻ്റെ അമൂല്യമായ രക്തത്താലാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്ത്യത്താഴ് വേളയിൽ കർത്താവ് ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ പുതിയ ഉടമ്പടി ഉറപ്പിച്ചിരിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യതയിലായിരിക്കുന്നു, സമാധാനത്തിലായിരിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാ പാപം യേശുക്രിസ്തു സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. യേശു എന്ന രക്ഷകനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ ഈ എപ്പിസോഡിൽ. യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ വിവിധ മാനങ്ങൾ കാണുകയായിരുന്നു നമ്മൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു പ്രദാനം ചെയ്ത രക്ഷയെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ള വിവിധ പദപ്രയോഗങ്ങളെ പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുകയായിരുന്നു നമ്മൾ. വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഏവർക്കും നന്ദി.